ഇന്ന് കാലത്ത് കേക്ക് കട്ടില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും നീ ഇങ്ങനെ കാണിക്കേണ്ട കാര്യം ഉണ്ടായ. നമസ്കാരം സുഹൃത്തുക്കളെ, പ്രദീപ് തൈലാണ്. ഇന്ന് നല്ല സന്തോഷമുള്ളൊരു ദിവസം കേട്ടോ. എൻ്റെ ഭാര്യയുടെ ബർത്ത്ഡേ ആണ്. 17 വർഷമായി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട്. എന്നിരുന്നാൽ പോലും ഇത്ര വർഷത്തിനുള്ളിൽ വില പിടിച്ച ഒരു ഗിഫ്റ്റും ഞാൻ കൈമാറിയിട്ടില്ല. ഇത്തവണ ആൾക്ക് ചെറിയൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാനുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ട്. അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ സുഹൃത്തുമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൈമാറുന്നതിന് മുൻപ് ചെറിയൊരു പ്രാങ്കൊക്കെ നടത്തിയിട്ട് കൊടുക്കാമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ചെറിയൊരു നുണയൊക്കെ പറഞ്ഞിട്ട് ആളോട് ഞാൻ ചാലക്കുടിക്ക് ഉച്ച സമയത്ത് വരാൻ പറഞ്ഞിട്ടുണ്ട്. വന്നിട്ടുള്ള വിശേഷങ്ങൾ ഇതിൽ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഉച്ചയോടുകൂടി ഭാര്യയും സുഹൃത്തും കൂടി ചാലക്കുടിയിൽ വരികയും ഞങ്ങൾ അവിടുത്തെ സ്കൈ ഇൻ്റർനാഷണലിൽ നിന്ന് പിറന്നാൾ സദ്യ കഴിക്കുകയും ചെയ്തു. ഇത് കഴിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നേരെ പോട്ടാശ്രമം ജംഗ്ഷനിലുള്ള സുസുക്കിയുടെ ഷോറൂമിലേക്ക് പോയിക്കോളൂ. അവിടെ ഞാനൊരു സ്കൂട്ടർ വാങ്ങി വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടറാണ്, വലിയ കണ്ടീഷനൊന്നുമില്ല, നീ അത് ശ്രദ്ധിച്ച് കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരും സമ്മതിച്ചു. ഞാൻ പോകുന്ന വഴിക്ക് ഒരു കേക്ക് വാങ്ങാനും മറന്നില്ല കേട്ടോ. ഷോറൂമിലെ എൻ്റെ സുഹൃത്തായ സോനോളജിനോട് എല്ലാ കാര്യങ്ങളും നേരത്തെ കൂട്ടി പറഞ്ഞ് പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ ചെല്ലുമ്പോഴേക്കും അവൻ വാഹനം കാണിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് കാലത്ത് കേക്ക് കട്ടില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും നീ ഇങ്ങനെ കാണിക്കേണ്ട കാര്യം ഉണ്ടായ. വാങ്ങിയതല്ല, അവിടെ അവർക്കറിയാം കുറച്ച് കാശ് എടുത്ത് വെച്ചിട്ടുണ്ടായില്ലേ. എത്ര കാശാ? 60,000 രൂപ. ക്യാമറ 2 ദിവസം വർക്കിംഗ് ആയിരുന്നാ. അങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു ബർഗമൻ വാഹനം ഞാൻ അവളെ കാണിച്ചു കൊടുത്തത്. ഈ വാഹനം താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരിക്ക് ഇത് വേണ്ട അത്രേ, ഇത് കാണുമ്പോൾ തന്നെ ഒരു കുതിരയെ പോലെ ഉണ്ടെന്നാണ് അവളുടെ കമൻറ്റ്. അങ്ങനെയെങ്കിൽ ഈ നീല കവറിട്ടിരിക്കുന്ന കുതിര നിനക്കുള്ള പിറന്നാൾ ഗിഫ്റ്റാണെന്ന് സോനോളജി പറഞ്ഞപ്പോഴുള്ള എക്സ്പ്രഷനാണ് ഈ കാണുന്നത്. താക്കോലൊക്കെ ഏറ്റുവാങ്ങിയതിന് ശേഷം ഞങ്ങൾ അവിടെ വെച്ച് നല്ലൊരു പിറന്നാൾ കേക്ക് കട്ട് ചെയ്തു കേട്ടോ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഷോറൂമിൽ നിന്നൊരു വാഹനം പുതിയതായിട്ട് ഞങ്ങൾ വാങ്ങുന്നത്. അതിൻ്റെ സന്തോഷം ഞങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിലുണ്ടായിരുന്നു. ചിനുവിൻ്റെ പിറന്നാൾ ദിനം അതിനൊരു നിമിത്തമായെന്ന് മാത്രം. അല്പം ചുറ്റിക്കറക്കിയിട്ടായാലും ഈ വാഹനം വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ സന്തുഷ്ടനാണ്. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു പച്ചപ്പ് സൃഷ്ടിക്കുന്നത്. എന്തായാലും ചിന്നൂസിന് ഹാപ്പി ജന്മദിനം.